ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പേപ്പർ ബോട്ട്. റിസൈറ്റ് ദ പോയം പേപ്പർ ബോട്ട്. റൈറ്റ് ദ മെയിൻ ഈവൻറ്റ്സ് ഓഫ് ദ പോം ഇൻ യുവർ ഇംഗ്ലീഷ് ബുക്ക്. അറേഞ്ച് ദ ഐറ്റംസ് ഇൻ ദ കോളംസ് ആൻഡ് മേക്ക് മീനിങ് സെൻറ്റൻസസ്. ഇത്രയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. നമുക്ക് ഓരോരോ ആക്ടിവിറ്റീസായിട്ട് നോക്കാം. റിസൈറ്റ് ദ പോം പേപ്പർ ബോട്ട്, ഇതായിരുന്നു ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ അതിനകത്ത് നേരത്തെ തന്നെ ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പേപ്പർ ബോട്ട് റിസൈറ്റ് ചെയ്യുന്നതായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം. രണ്ടാമത്തത്, റൈറ്റ് ദ മെയിൻ ഈവൻറ്റ്സ് ഓഫ് ദ പോം ഇൻ യുവർ ഇംഗ്ലീഷ് ബുക്ക്. ബുക്കിനകത്തോട്ട് ഈ പോയത്തിൽ നടന്ന സംഭവങ്ങൾ അതിൻ്റെ ക്രമത്തിൽ എഴുതാനാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. എ ബോയ് ഫ്ലോട്ട്സ് ഹിസ് പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. ഒരു കുട്ടി അരുവിയിലേക്ക് അവൻ്റെ പേപ്പർ ബോട്ടുകൾ ഒഴുക്കി വിടുന്നു. ദ ബോയ് റൈറ്റ്സ് ഹിസ് നെയിം ഓൺ ദം. അവൻ അതിൽ എന്തെഴുതുന്നുണ്ട്? അവൻ്റെ പേരുകൾ എഴുതുന്നുണ്ട് അല്ലേ. ദ ബോയ് ഹോപ്സ് ദാറ്റ് സമ്മൺ ലിവിങ് ഫാർ അവേ വിൽ ഫൈൻഡ് ദം ആൻഡ് കം ടു നോ ഹിം. അവൻ എന്തിനാണ് ആ പേരുകൾ എഴുതുന്നത്? ദൂരെ എവിടെയോ ഉള്ള ആർക്കെങ്കിലും ഈ പേപ്പർ ബോട്ട് കിട്ടുമ്പോൾ അവനെക്കുറിച്ച് അറിയുമെന്ന് കരുതിയിട്ടാണ് അവൻ്റെ പേപ്പർ ബോട്ടിൽ അവൻ്റെ പേരുകൾ എഴുതുന്നത്. ദ ബോയ് ലോഡ്സ് പേപ്പർ ബോട്ട്സ് വിത്ത് ഷൂലി ഫ്ലവേഴ്സ്. അവൻ ആ പേപ്പർ ബോട്ടിൽ എന്ത് നിറയ്ക്കുന്നുണ്ട്? ഷൂലി ഫ്ലവേഴ്സ് നിറയ്ക്കുന്നുണ്ട്. ദ ബോയ് ഹോപ്സ് ദാറ്റ് ദീസ് ഫ്ലവേഴ്സ് വിൽ റീച്ച് ദ ലാൻഡ് അറ്റ് നൈറ്റ് സേഫ്ലി. അവൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ പൂക്കൾ സേഫായിട്ട് ലാൻഡിലെത്തുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. ദ ബോയ് സീ ദ ക്ലൗഡ്സ് ഗെറ്റിംഗ് റെഡി ടു സെയിൽ. ആകാശത്തേക്ക് നോക്കുമ്പോൾ അവൻ എന്ത് കാണുന്നുണ്ട്? മേഘങ്ങളെ കാണുന്നുണ്ട്. ഒഴുകി നടക്കാൻ തുടങ്ങുന്ന മേഘങ്ങളെ കാണുന്നുണ്ട്. ദ ബോയ് ബറീസ് ഹിസ് ഫേസ് ഇൻ ഹിസ് ആംസ് ഇൻ നൈറ്റ്. രാത്രിയിൽ അവൻ്റെ കൈകളിൽ മുഖമമർത്തി അവനിരിക്കുന്നു. ദ ഫെയറീസ് ഓഫ് സ്ലീപ്പ് സെയിൽ ഇൻ ഹിസ് പേപ്പർ ബോട്ട്സ്. അവൻ്റെ ബോട്ടിൽ ആര് സെയിൽ ചെയ്തു എന്നാണ് അവൻ കരുതുന്നത്? ദ ഫെയറീസ് ഓഫ് സ്ലീപ്പ്, ഉറക്കത്തിൻ്റെ ദേവതമാർ സെയിൽ ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു എന്നാണ് അവൻ കരുതുന്നത്. അടുത്തത് ആക്ടിവിറ്റി 1 ആയിരുന്നു. ആക്ടിവിറ്റി 1, ഐ ലോഡ് മൈ ലിറ്റിൽ ബോട്ട്സ് വിത്ത് ഷ്യൂലി ഫ്ലവേഴ്സ് ഫ്രം ആ ഗാർഡൻ. ദ ബോയ് says many things about his hopes, wishes, plans and dreams. Now make sentences about the boy's dreams and hopes by matching the items in the columns meaningfully. I load my little boats with ഷ്യൂലി flower from our garden. ഇത് പോയത്തിലെ ഒരു വരിയാണ്. എൻ്റെ ബോട്ടിൽ നിറയെ ഞാൻ ഷ്യൂലി ഫ്ലവേഴ്സ് നിറയ്ക്കുന്നു. ഞങ്ങളുടെ പൂന്തോട്ടത്തിലെ ഷ്യൂലി ഫ്ലവേഴ്സ് കൊണ്ട് നിറയ്ക്കുന്നു. ദ ബോയ് സേസ് മെനി തിങ്സ് അബൌട്ട് ഹിസ് ഹോപ്സ്, വിഷസ്, പ്ലാൻസ് ആൻഡ് ഡ്രീംസ്. അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ഒക്കെ അവൻ നമ്മളോട് പറയുന്നുണ്ട്. Now make sentences about the boy's dreams and hopes by matching the items in the columns meaningfully. ആ മൂന്ന് കോളങ്ങളിലായിട്ട് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അവയെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി നല്ല മീനിങ് ഫുള്ളായിട്ടുള്ള സെൻറ്റൻസസ് എഴുതാനാണ് പറയുന്നത്. ആദ്യത്തെ കോളത്തിൽ ഐ എന്ന് പറയുന്ന അവിടെ ഉദ്ദേശിക്കുന്നത് ബോയ് ആണല്ലേ. ഐ ഫ്ലോട്ട്, ഞാൻ എന്തൊഴുക്കി വിടുന്നു? എന്താണ് അവിടെ ചേരുന്നത്? മൈ പേപ്പർ ബോട്ട് ഇൻ ദ സ്ട്രീം. അടുത്തത് ഐ ഹോപ്പ് പ്രതീക്ഷിക്കുക. ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു? ദാറ്റ് സമ്മൺ വിൽ സീ മൈ പേപ്പർ ബോട്ട്സ്. ആരെങ്കിലും എൻ്റെ പേപ്പർ ബോട്ട്സ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ബറി മൈ ഫേസ് ഇൻ മൈ ആം. അടുത്തത് ഐ റൈറ്റ് മൈ നെയിം ഓൺ ദ പേപ്പർ ബോട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യിക്കാം അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.